Hallelujah. Hallelujah. Are you guys excited? Amen. Amen. In the glory, all things are possible. മഹത്വത്തിൽ സകലതും സാധ്യമാണ്. Amen. Just for Amen. a moment, come on, close your eyes ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. and talk to the Lord. കർത്താവിനോട് സംസാരിച്ചാട്ടെ. Come on, just tell him what are you expecting. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന്. Expectation is the language of faith. പ്രതീക്ഷയാണ് വിശ്വാസത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്. When Jesus was walking on the face of this earth, യേശു ഈ ഭൂമിയിൽ കൂടി നടന്ന സമയത്ത് he used to ask the people, what do you want that I should do for you? ആ കർത്താവ് ആളുകളോട് ചോദിക്കുമായിരുന്നു, എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. He hasn't changed. അദ്ദേഹം ഒരിക്കലും മാറിയിട്ടില്ല. He's here. അവൻ ഇവിടെ ഉണ്ട്. He knows every thought that arises from our heart, but still he wants to hear it from your mouth. What do you expect that I can do for you? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ചിന്തകളും ആ കർത്താവിന് അറിയാം. എങ്കിലും കർത്താവ് നമ്മളോട് ചോദിക്കും, എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. So Heavenly Father, സ്വർഗീയ പിതാവേ, we honor you. ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. We honor your written word. ഞങ്ങൾ അങ്ങയുടെ വചനത്തെ ആദരിക്കുന്നു. We honor your mighty Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ആദരിക്കുന്നു. Holy Spirit, I pray പരിശുദ്ധാത്മാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, that you would speak through my mouth. എന്റെ വായിലൂടെ ഇന്ന് അങ്ങ് സംസാരിക്കും. Think through my mind. എന്റെ മനസ്സിലൂടെ അങ്ങ് ചിന്തിക്കുമെന്നും Every word that comes out of my mouth, എന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും Lord, will release spirit and life. അത് കർത്താവേ ആത്മാവും ജീവനുമായി റിലീസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Father, പിതാവേ, we declare ഞങ്ങൾ we are under an open heaven today. ഒരു തുറന്ന സ്വർഗ്ഗത്തിന് കീഴിലാണ് ഞങ്ങളെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ We പ്രഖ്യാപിക്കുന്നു. say yes to angelic ministry. ആ ദൂതന്മാരുടെ ശുശ്രൂഷകൾക്ക് ഞങ്ങൾ യേശു പറയുന്നു. We say yes to supernatural signs, wonders and miracles. അതിശയകരമായ അത്ഭുത പ്രവർത്തികൾക്കും വീര്യപ്രവർത്തികൾക്കും ഞങ്ങൾ ആമേൻ പറയുന്നു. We serve you. You are a supernatural God. ഞങ്ങൾ അങ്ങയെ സേവിക്കുന്നു. കർത്താവേ, അങ്ങൊരു അതിശയവാനായ ദൈവം. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. 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 You can be seated. നിങ്ങൾക്ക് ഇരിക്കാം. Wow. You know, coming here, I was just telling Pastor Joshua, coming here doesn't feel like we have come as guest speakers. It just feels we have come to our own family. ഞാൻ ഇന്ന് പാസ്റ്റർ ജോഷുവോട് പറയായിരുന്നു, ഇവിടെ വന്നത് ഒരു ഗസ്റ്റ് സ്പീക്കർ ആയിട്ട് വന്ന പോലെ എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഒരു കുടുംബത്തിലേക്ക് വന്നതുപോലെ എനിക്ക് തോന്നുന്നു. And I mean it with all my heart. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നാണ് അത് പറയുന്നത്. And that's what we do. I mean, like we mostly are traveling to places where we can build something for life. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ എന്തെങ്കിലും ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോകാറുള്ളൂ. Okay, so I'll not waste time and let's just go into the word. ഞാൻ അധിക സമയം കളയാതെ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. And today I want to teach about faith. എനിക്ക് വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Amen. Amen. Faith is very close to my heart. വിശ്വാസം എൻ്റെ ഹൃദയവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. Because when I was dying, when I was on the bed of sickness, this message brought me out of deathbed. ഞാൻ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ രോഗിയായി കട്ടിലിൽ കിടന്നപ്പോൾ ഈ ഒരു മെസ്സേജാണ് എന്നെ ആ ബെഡിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. Amen. Amen. And it is the same thing for all of us. അതാണ് നമ്മുടെ എല്ലാവരെയും സംബന്ധിച്ചും അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. This walk is a walk of faith. നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ യാത്രയാണ്. Amen. Amen. Everything that we do in the kingdom is by faith. നമ്മൾ എന്ത് ദൈവരാജ്യത്തിൽ ചെയ്താലും അത് വിശ്വാസം മുഖാന്തരമാണ് ചെയ്യുന്നത്. If you read Hebrews chapter 11, Hebrews 11 വായിക്കുകയാണെങ്കിൽ it talks about all these great heroes, these great patriarchs of old. അത് ആ പഴയ നിയമകാലത്തിലെ ആ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് മുഴുവൻ പറയുന്നത്. The Bible says by faith Abel, അവിടെ പറയുന്നു വിശ്വാസത്താൽ ഹാബേൽ, by faith Enoch, വിശ്വാസത്താൽ ഹാനോക്ക്, by faith Noah, വിശ്വാസത്താൽ നോഹ, by faith Abraham, വിശ്വാസത്താൽ എബ്രഹാം, by faith Moses. വിശ്വാസത്താൽ മോശ. And then I don't have time to go, but all these heroes, whatever they did it by faith. എല്ലാം പറയാനുള്ള സമയമില്ല, പക്ഷേ അവരെന്തെല്ലാം ചെയ്തോ അതെല്ലാം ചെയ്തത് വിശ്വാസം കൊണ്ടാണ്. And if they did it by faith, അവരത് വിശ്വാസത്താൽ ചെയ്തെങ്കിൽ then the way we can do it is by faith. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് വിശ്വാസ മുഖാന്തരം മാത്രമാണ്. Amen. Amen. The only way you and me we can do it is by faith. Amen. നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒറ്റ വഴി ഉണ്ടെങ്കിൽ അത് വിശ്വാസ മുഖാന്തരമാണ്. Amen. Hallelujah. So that means we have to learn how faith operates. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് എങ്ങനെയാണ് ഈ വിശ്വാസം പ്രവർത്തിക്കുന്നത്. See, there are so many believers today who are trying to please God. ഇന്ന് ഒരുപാട് വിശ്വാസികൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Is there anybody you want to please God? നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്? Okay, you don't want to please God? നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണ്ടേ? It's not a trick question.
We all want to please God, right? Don't you want that your life will bring glory and honor to your Heavenly Father? നമുക്ക് എല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തെ പിതാവിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നവരായി തീരണം. Don't you want that when the Heavenly Father will look at you, He is so well pleased with you? നിങ്ങളെ പിതാവായ ദൈവം നോക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളെക്കുറിച്ച് വളരെ പ്രസാദിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ? So let me ask again. How many of you want to bring pleasure to God? എത്ര പേർക്ക് അങ്ങനെ ദൈവ പ്രസാദം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്? Okay. So do you know, all of us, we are trying to please God by our fasting or praying or by our giving. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താ? നമ്മൾ പ്രാർത്ഥനയിലും നമ്മൾ ഉപവാസത്തിലും നമ്മൾ കൊടുക്കുന്നതിലും എല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഷ്ടപ്പെടുന്നവരാണ്. Do you know that Pharisees fast more than us? നിങ്ങൾക്കറിയാമോ പരീശന്മാര് നമ്മളെക്കാൾ കൂടുതൽ അവർ ഉപവസിക്കുന്നവരായിരുന്നു. And in the times of Jesus, they used to pray more. They used to give tithe of even spices. അവര് യേശുവിന്റെ കാലത്ത് അവർ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ചെറിയ ചെറിയ സ്പൈസസിന് വരെ കുരുമുളകിന് വരെ അവര് ടൈത്ത് കൊടുക്കുന്നവരായിരുന്നു. And when Jesus looked at those Pharisees, യേശു അവരെ നോക്കിയിട്ട് പറഞ്ഞു, He said, you are children of devil. You are of your father the devil. നിങ്ങൾ പിശാചിന്റെ മക്കളാണ്, നിങ്ങൾ പിതാവായ ദൈവത്തിന്റെ മക്കളല്ല. So Jesus isn't impressed with fasting if it is done without faith. യേശു അങ്ങനെയുള്ള ഒരു വിശ്വാസം കൂടാതെയുള്ള ഉപവാസത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. So fasting, reading the word, coming to church, taking communion, taking baptism, whatever you do, if you do it without faith, it is a religious dead tradition. നിങ്ങൾ ഉപവസിക്കുന്നതും നിങ്ങൾ വചനം കേൾക്കുന്നതും നിങ്ങൾ സഭയിൽ കടന്നു വരുന്നതും മെസ്സേജ് കേൾക്കുന്നതും എല്ലാം വിശ്വാസം മുഖാന്തരം അല്ലെങ്കിൽ അതെല്ലാം ഒരു പ്രയോജനമില്ലാത്തതാണ്. What brings life to what we do is when we do it by faith. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ജീവൻ വെളിപ്പെടാൻ തുടങ്ങുന്നത് നമ്മൾ അത് വിശ്വാസത്താൽ ചെയ്യുന്ന സമയത്താണ്. Abel gave, ഹാബേൽ കൊടുത്തു, Cain also gave. കായിൻ കൊടുത്തു. God received Abel's offering. ദൈവം ഹാബേലിന്റെ ഓഫറിംഗ് God rejected Cain's offering. കായിന്റെ ആ ഓഫറിംഗ് കർത്താവ് നിരസിച്ചു. So it's not the offering that pleases God. ആ യാഗമല്ല കർത്താവിനെ പ്രസാദിപ്പിച്ചത്. And then the Bible tells us in Hebrews that why did God receive Abel's? Because Abel gave it by faith. എബ്രായ ലേഖനത്തിൽ വീണ്ടും പറയുകയാണ്, ഹാബേല് യാഗം കഴിച്ചത് വിശ്വാസം മുഖാന്തരമാണ്, അതുകൊണ്ട് ദൈവം ആ വിശ്വാസത്തിൽ പ്രസാദിച്ചു. So prayer without faith is a tradition. വിശ്വാസം കൂടാതെയുള്ള പ്രാർത്ഥന ഒരു മതപ്രവൃത്തി മാത്രമാണ്. Coming to church without faith is a tradition. സഭയിൽ വിശ്വാസം കൂടാതെ കടന്നു വരുന്നത് മതം മാത്രമാണ്. Reading the Bible without faith is a tradition. വിശ്വാസം കൂടാതെ വചനം വായിക്കുന്നതും വെറും മതത്തിന്റെ പ്രവൃത്തി മാത്രമാണ്. Even you will hear the word and it will not benefit you if you will not mix faith in it. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൽ നിങ്ങൾ വിശ്വാസം മിക്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനമില്ലാത്തതാണ്. In Hebrews chapter 4 the Bible talks about these Israelites. എബ്രായർ 4-ൽ കർത്താവ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു. And the Bible says this word was preached to them as it was preached to us, but the word preached did not benefit them because they did not mix faith with it. നമ്മളോട് സംസാരിച്ചതുപോലെ തന്നെ വചനം അവരോട് സംസാരിച്ചു, എന്നാൽ അത് വിശ്വാസം മുഖാന്തരം അവർ ഏറ്റെടുക്കാത്തതിനാൽ അത് അവർക്ക് പ്രയോജനം ചെയ്തില്ല. God sending a word to you, that is God's part. ദൈവം വചനത്തെ അയക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. You receiving that word and mixing faith in it is your part. നിങ്ങളത് ഏറ്റെടുക്കുക, അതിൽ നിങ്ങളുടെ വിശ്വാസം ആഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയാണ്. And as I was telling you yesterday that if you want ഞാൻ to ഇന്നലെ see a പറഞ്ഞതുപോലെ change on this earth, heaven and earth will have to align together. ആമേൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ സ്വർഗവും ഭൂമിയും ഒന്നായി ചേരേണ്ട ആവശ്യമുണ്ട്. Amen. So the only way God gets pleased is by faith. ദൈവം പ്രസാദിക്കുന്ന ഒരേ ഒരു മാർഗം അത് വിശ്വാസ മാർഗമാണ്. Hebrews 11:6. ഹീബ്രൂസ് 11:6 അത് പറയുന്നു. Without faith it is വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. not difficult, ബുദ്ധിമുട്ടല്ല എന്നല്ല പറഞ്ഞത്, impossible. സാധ്യമേ അല്ല. That means there is nothing that you can do without faith that will please God. അതിന്റെ അർത്ഥം നിങ്ങൾ വിശ്വാസം കൂടാതെ എന്ത് ചെയ്താലും ദൈവം അതിൽ പ്രസാദിക്കുന്നില്ലെന്നാണ്. God is a faith God. ദൈവം ഒരു വിശ്വാസത്തിന്റെ ദൈവമാണ്. Amen. Amen. Faith is the attribute of God. ആമേൻ. ദൈവത്തിന്റെ ഒരു നേച്ചറാണ് വിശ്വാസം എന്ന് പറയുന്നത്. So if God, the only way I can please God is by faith, then it becomes so important for me and you is to understand how faith functions. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏക മാർഗം വിശ്വാസമാണെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്, എങ്ങനെയാണ് ആ വിശ്വാസം പ്രവർത്തിക്കുന്നതെന്ന്. Right? Hebrews 11:2 says, by faith the elders obtained a good testimony or a good report before God. ആമേൻ. വിശ്വാസത്താൽ ആ പൂർവ്വപിതാക്കന്മാർക്ക് നല്ല സാക്ഷ്യം ലഭിച്ചു എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. How many of you, when you want to enter heaven, your report card says A+,
best marks. എത്ര പേര് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു A+ കാർഡ് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്? Amen. And the Bible says the elders obtained a good report or good testimony before God because of faith. എങ്ങനെയാണ് ആ നല്ല റിപ്പോർട്ട്, നല്ല സാക്ഷ്യം പൂർവ്വപിതാക്കന്മാർക്ക് കിട്ടിയത്? അത് വിശ്വാസം മുഖാന്തരമാണ്. Amen. God is a God who honors faith. ദൈവം എപ്പോഴും വിശ്വാസത്തെ ആദരിക്കുന്ന ദൈവമാണ്. So now let's understand how faith functions. നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ആ വിശ്വാസം വർക്ക് ചെയ്യുന്നതെന്നും. And faith functions for everyone. വിശ്വാസം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണ്. Okay. I went to Norway. ഞാൻ നോർവേയിൽ I was കടന്നുപോയി. in Norway and a Norwegian guy came to me. ഒരു നോർവീജിയൻ ആയിട്ടുള്ള ഒരു വ്യക്തി എന്റെ അടുത്ത് വന്നു. And he's like, I've heard that you guys believe in this message of faith. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വിശ്വാസത്തിന്റെ പ്രസംഗത്തിൽ വിശ്വസിക്കുന്നത് ഞാൻ കേട്ടു. I said, yes, we do. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. He said, is it working for you in India? എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? I said, do you think gravity works in India? ഞാൻ തിരിച്ചു ചോദിച്ചു, ഗ്രാവിറ്റി ഇന്ത്യയിൽ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? He said, obviously. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും. I said, yeah. As gravity is a law which is universal, the Bible tells us faith is a law which is universal. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുത്വാകർഷണ ബലം എന്നുള്ളത് സകലയിടത്തും വർക്ക് ചെയ്യുന്ന ഒന്നാണെങ്കിൽ അതുപോലെ തന്നെയാണ് വിശ്വാസം. അതൊരു ലോ ആണ്, അത് എല്ലായിടത്തും പ്രവർത്തിക്കുന്നതാണ്. The Bible tells us in Romans 3:27 that now there is no boasting before God. It is excluded. How? By the works of the law? No. By the law of faith. റോമൻസിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ആകയാൽ പ്രശംസ എവിടെ? നിങ്ങളുടെ പ്രശംസ പോയി. അത് ഏത് മാർഗത്താലാണ്? നിങ്ങളുടെ പ്രവൃത്തിയാലല്ല, അത് വിശ്വാസം മുഖാന്തരം അത്രേ. So faith is a law. വിശ്വാസം എന്ന് പറയുന്ന ഒരു നിയമമാണ്. Okay? Faith is a law. Now, like gravity is a law. ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് പോലെ അതൊരു നിയമമാണ്. Because gravity is a natural law. ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിയുടെ നിയമമാണ്. Faith is a spiritual law. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആത്മീയ നിയമമാണ്. The good thing about a law is that laws are universal and laws are impersonal. അങ്ങനെയുള്ള നിയമങ്ങളുടെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നതാണ്, അത് എല്ലാ വ്യക്തികൾക്കും വർക്ക് ചെയ്യുന്നതാണ്. That means gravity doesn't care if we are Indians or Chinese or Africans or Americans. Gravity doesn't care. നിങ്ങൾ ഇന്ത്യനാണോ, നിങ്ങൾ ചൈനക്കാരനാണോ, ആഫ്രിക്കക്കാരനാണോ, അമേരിക്കക്കാരനോ, ഇതൊന്നും ഗുരുത്വാകർഷണത്തിന്റെ പ്രശ്നമല്ല. Gravity doesn't care what's my skin color, how educated I am, നിങ്ങളുടെ സ്കിൻ കളറും, what's my social status. വിദ്യാഭ്യാസമുള്ളവരാണ്, നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും. Gravity is a law. It's impersonal. അതൊരു നിയമമാണ്, അത് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. In the same way, faith is a law and faith is impersonal. Faith doesn't care who you are. When you put that law into motion, faith will bring desired results in your life. അതുപോലെ ഒരു ആത്മീക നിയമമാണ് വിശ്വാസവും. അത് നിങ്ങൾ ആരാണെന്നുള്ളത് വിഷയമല്ല, നിങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. Amen. Amen. So now we need to understand how faith functions. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്. See, like there is this law called law of aerodynamics. വായുവിൽ ഉള്ള ഒരു നിയമമുണ്ട്. And when man learned this law, ഈ നിയമം നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ man did something which was impossible. Impossible became possible. അവിടെ അസാധ്യമായ ചില കാര്യങ്ങൾ സാധ്യമാക്കി തീർത്തു. If I ask you a question, can metals fly? ഇരുമ്പിനും മെറ്റൽസിനും പറക്കാൻ കഴിയുമോ? Can metals fly? അതിന് പറക്കാൻ കഴിയുമോ? Yes, we came in a metal flying tube. ഞാൻ അങ്ങനെ ഒരു മെറ്റൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വിമാനത്തിലാണ് വന്നത്. Yeah. Metals don't just fly, metals are flying everywhere. മെറ്റൽസ് ആണ് എല്ലായിടത്തും അത് പറക്കുന്നത്. That's what we call airplanes. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എയർപ്ലെയിൻ എന്ന് Yeah, വിളിക്കുന്നത്. the tube of metals flying. അതൊരു ഇരുമ്പിന്റെ ട്യൂബാണ്. How is a metal able to fly? എങ്ങനെയാണ് ആ മെറ്റൽ പറക്കുന്നത്? When that metal is brought under the law of aerodynamics, metal which was impossible for a metal to fly, metal can fly. ആ ലോഹങ്ങൾ എയറോഡൈനാമിക്സ് എന്ന് പറയുന്ന നിയമത്തിന് കീഴിൽ വരുമ്പോൾ പറക്കാൻ കഴിയാത്ത അതിന് പറക്കാൻ സാധിക്കും. When the right law is applied, impossible becomes possible. ശരിയായ നിയമം അതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അസാധ്യമായത് സാധ്യമാകും. Amen. So in the law of aerodynamics, if you attain a certain velocity or speed, എയറോഡൈനാമിക്സിൽ നിങ്ങൾ ഒരു വെലോസിറ്റിയോ ഒരു സ്പീഡോ എടുക്കുമ്പോൾ the law of lift comes into motion. അത് ഉയർത്തുന്ന ഒരു നിയമം അതിനകത്ത് വരും. So the air starts to lift the object. അതുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ ആ വസ്തുവിനെ ആ വായു ഉയർത്തിക്കൊണ്ടുപോകും. And that's how the airplanes fly. അങ്ങനെയാണ് വിമാനങ്ങൾ പറക്കുന്നത്. Amen. Amen. It is the law of faith works in the same manner. അതുപോലെ തന്നെയാണ് വിശ്വാസത്തിന്റെ നിയമവും പ്രവർത്തിക്കുന്നത്. Okay. So what acceleration is
to the law of aerodynamics, confession is to the law of faith. എന്താണ് അങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ആക്സിലറേഷൻ എന്നത് എയറോഡൈനാമിക്സിൽ എന്നതുപോലെ തന്നെയാണ് നമ്മുടെ കൺഫെഷനുകളാണ് വിശ്വാസത്തിലും നിയമമായിട്ട് പ്രവർത്തിക്കുന്നത്. Amen. So I want to teach you something. I will go very slow, and so that all of you can get it. I want to teach you something that you can apply all your life. ഞാനിത് വളരെ പതുക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, കാരണം നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And walk as victorious champions on this earth. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ജയത്തോടെ ജയാളികളായിട്ട് ഈ ഭൂമിയിൽ നടക്കണം. Amen. Amen. See that woman who had the issue of blood flowing for 12 years. 12 വർഷക്കാലം രക്തസ്രാവക്കാരിയായിരുന്ന ആ സ്ത്രീയെ നോക്കുവിൻ. I don't know if she knew it or not, but she put this law into motion called law of faith. അവൾ അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, പക്ഷേ അവൾ ആ വിശ്വാസത്തിന്റെ നിയമം അതിനെ അവൾ ആക്ടിവേറ്റ് ചെയ്തു. Many people think that this woman got healed because she touched the hem of the garment of Jesus. പലരും വിശ്വസിക്കുന്ന യേശുവിന്റെ ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടുകൊണ്ടാണ് സ്ത്രീ സൗഖ്യമായതെന്നാണ്. No. It was not about the touch. അങ്ങനെയല്ല, അത് ആ സ്പർശനം കൊണ്ടല്ല സൗഖ്യമായത്. Because if it was about the touch, every other person who was touching Jesus would have been healed as well. ആ സ്പർശനം കൊണ്ട് മാത്രമായിരുന്നെങ്കിൽ അവിടെ യേശുവിനെ തൊട്ടവരെല്ലാം സൗഖ്യമാവുമായിരുന്നു. But it was only that woman. ആ ഒരു വ്യക്തി മാത്രമേ അവിടെ സൗഖ്യമായുള്ളൂ. And when she got healed, അവൾ സൗഖ്യമായപ്പോൾ Jesus didn't say, യേശു ഇങ്ങനെ പറഞ്ഞില്ല, daughter, മകളെ, it is my power that has healed you. എന്റെ ശക്തിയാണ് നിന്നെ സൗഖ്യമാക്കിയത്. He said, daughter, പറഞ്ഞു, എന്റെ മകളെ, your faith has നിന്റെ healed. വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. Amen. Amen. That means your faith can heal you. അതിന്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളെ Your faith സൗഖ്യമാക്കാൻ can prosper you. കഴിയും. നിങ്ങളുടെ വിശ്വാസത്തിന് Your നിങ്ങളെ faith can bring you out വർദ്ധിപ്പിക്കാൻ of debts. കഴിയും. നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളെ കടത്തിൽ Your നിന്ന് faith can പുറത്തുകൊണ്ടുവരാൻ make you കഴിയും. walk as a victorious നിങ്ങളെ ഒരു champion. ജയാളിയായിട്ട് നിങ്ങളുടെ വിശ്വാസത്തിന് നടത്തുവാൻ കഴിയും. Your faith can enable you to live a life that pleases God. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുവാൻ വിശ്വാസത്തിന് കഴിയും. So let's learn how this law functions. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ നിയമം വർക്ക് ചെയ്യുന്നത്. Open your Bibles to 2 Corinthians 4:13. 2 കൊരിന്ത്യൻസ് 4:13. 2 Corinthians 4:13. 2 കൊരിന്ത്യൻസ് 4:13. And the Bible says, since we have the same spirit of faith, ഞങ്ങൾക്ക് അതേ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട്, according to what is written, അതുകൊണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, I believed, ഞാൻ വിശ്വസിച്ചു, and therefore അതുകൊണ്ട് I spoke. ഞാൻ സംസാരിച്ചു. Okay, say this after me. I believed, ഞാൻ വിശ്വസിച്ചു, and therefore അതുകൊണ്ട് I spoke. ഞാൻ സംസാരിച്ചു. That's where believers miss it. അവിടെയാണ് വിശ്വാസികൾ പലപ്പോഴും അതിനെ You know what people നഷ്ടപ്പെടുത്തുന്നത്. say? Oh, pastor, but that man was believing. Why did he die? പലരും പറയുന്നതുകൊണ്ട്, പാസ്റ്ററിന് അറിയാമോ, ആ വ്യക്തി ഒത്തിരി വിശ്വസിച്ചു, പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചു? Have you heard that? നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? People say, but he was believing. Why didn't? But pastor, I'm believing. Why isn't this happening to me? നമ്മൾ പലപ്പോഴും പറയും, ഞാൻ ഇത് വിശ്വസിക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ട് ഇത് എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല? Tell your neighbor, just believing isn't enough. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രം പോരാ. Amen. Amen. Do you know in the book of Romans it tells us how we got saved? Not by just believing. റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? വിശ്വാസത്താൽ You മാത്രം. believe in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിച്ചു, and അതിനുശേഷം confess with your വായ് കൊണ്ട് mouth that Jesus is Lord, and then you are saved. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു, അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. If somebody says, okay, say this out, ആരോടെങ്കിലും ഇത് പറയാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്ന, see, in the beginning, ഭൂമിയുടെ ആദ്യത്തിൽ Almighty God, സർവശക്തനായ ദൈവം, God is God. ദൈവമാണ്. He can do all things. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. But he didn't do this in the beginning. ദൈവം ഇങ്ങനെ വെറുതെ ഇരുന്നില്ല. When it was dark, ഇരുട്ടായിരുന്നപ്പോൾ, when the earth was void, ആ ഭൂമി ശൂന്യമായി കിടന്നപ്പോൾ, God didn't do. ദൈവം ഇങ്ങനെ നിന്നില്ല. And the Bible says there was light. അവിടെ പറഞ്ഞത്, അവിടെ വെളിച്ചം ഉണ്ടായിരുന്നല്ല പറഞ്ഞത്, ഇങ്ങനെ ചെയ്തപ്പോൾ So വെളിച്ചം. many Christians say, I believe. പല ക്രിസ്ത്യാനികളും പറയും, ഞാൻ വിശ്വസിക്കുന്നു. But if you just believe, നിങ്ങൾ വിശ്വസിക്കുക മാത്രം it is ചെയ്താൽ, like you are an aircraft with one wing. നിങ്ങൾ ഒരു ചിറകുള്ള വിമാനത്തിൽ പറക്കുന്നത് പോലെയാണ്. You will be like this. It's been 20 years. Why I am not able to fly? Why am I doing this? 20 വർഷമായി ഞാൻ എന്തുകൊണ്ട് പറക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് നമ്മൾ ചിന്തിക്കും. I believed, ഞാൻ വിശ്വസിച്ചു, and therefore അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. I spoke. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. When you start to speak what you believe from the written word, it is then when the law of faith is put into action. എഴുതപ്പെട്ട വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ വിശ്വാസത്തിന്റെ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. Amen. Amen.
Lord Jesus once appeared to a man of God and said, "My people are not missing in the believing part. They believe, but they are missing on the speaking part. They don't speak." കർത്താവ് ഒരു ദൈവമനുഷ്യന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ വിശ്വാസികൾ ആരും അവർ മിസ് ചെയ്യുന്നത് വിശ്വാസത്തിലല്ല, പക്ഷെ അവർ വിശ്വസിക്കുന്നത് സംസാരിക്കുന്നില്ല. അതാണ് അവരുടെ ജീവിതത്തിലുള്ള കുറവ്. Just believing isn't enough. വെറുതെ വിശ്വസിക്കുന്നത് മാത്രം പോരാ. Amen? Amen. For the law of faith to be put into motion. വിശ്വാസത്തിന്റെ നിയമം ചലിക്കുവാൻ തുടങ്ങണമെങ്കിൽ, Okay, do this. Your right hand. Show me your right hand. നിങ്ങളുടെ Do this. വലതുകരം Believing, വിശ്വസിക്കുന്നു, speaking. സംസാരിക്കുന്നു. Okay? If there is a bird with just one wing, ഒരു ചിറകുള്ള പക്ഷിയുണ്ടെങ്കിൽ ആ പക്ഷി ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേ will the bird be able to fly? ആ പക്ഷി ഒരിക്കലും No. പറക്കത്തില്ല. If you have to fly high, നിങ്ങൾക്ക് you ഉയരത്തിൽ have to പറക്കണമെങ്കിൽ believe നിങ്ങൾ and then you have to വിശ്വസിക്കണം, speak by നിങ്ങൾ faith. സംസാരിക്കണം, വിശ്വാസത്താൽ സംസാരിക്കണം. So let me tell you a very simple definition of faith. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തിന്റെ ഒരു വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. Faith believes the word and faith speaks the word. വിശ്വാസം വചനത്തിൽ വിശ്വസിക്കുന്നു, അത് വചനം സംസാരിക്കുന്നു. When I believe what is written, ഞാൻ എഴുതപ്പെട്ടത് എന്താണെന്ന് വിശ്വസിക്കുമ്പോൾ, and when I start to speak what is written, ഞാൻ എഴുതപ്പെട്ടതിൽ വിശ്വസിക്കാൻ and തുടങ്ങുകയും സംസാരിക്കാൻ I തുടങ്ങുകയും stay ചെയ്യുമ്പോൾ, consistent until I obtain a certain velocity in the spirit realm. ഞാൻ ആ സ്പിരിറ്റുലത്തിൽ ഒരു നിശ്ചിത ഉയരത്തിൽ എത്തുന്നത് വരെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ, See, so many people say, "Yeah, pastor, I spoke it 10 times, nothing happened." ഒരുപാട് വിശ്വാസികൾ ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു പാസ്റ്റർ, ഒന്നും സംഭവിച്ചില്ല. Think about this. God being God. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ, ദൈവം ദൈവമാണ്. Genesis 1. ഉൽപ്പത്തി 1. And God said, ഞാൻ ദൈവം പറഞ്ഞു, "Let there be light." വെളിച്ചമുണ്ടാകട്ടെ. And there was light. അവിടെ വെളിച്ചമുണ്ടായി, And it was good. അത് നല്ലതെന്ന് ദൈവം. And God said, പിന്നെയും ദൈവം സംസാരിച്ചു, "Let the water be separated. വെള്ളം Let there be a flood." വേർതിരിക്കപ്പെടട്ടെ. And God said, പിന്നെയും ദൈവം and പറഞ്ഞു, God said, പിന്നെയും ദൈവം പറഞ്ഞു. if God had to say it so many times ദൈവത്തിന് അത് പലതവണ പറയണമായിരുന്നെങ്കിൽ, to see what he wants to see, ദൈവത്തിന് കാണേണ്ടത് കാണുവാനായിട്ട് ദൈവത്തിന് do you know, സംസാരിക്കണമായിരുന്നെങ്കിൽ, until God saw what he wanted to see, God kept speaking. ദൈവം കാണേണ്ടത് കാണുന്നത് വരെ ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നു. That means until you start to see what you want to see, keep speaking the word of God, keep declaring the word of God, don't stop in the middle. അതിന്റെ അർത്ഥം നിങ്ങൾ കാണേണ്ട കാര്യങ്ങൾ കാണുന്നത് വരെ വചനം സംസാരിച്ചുകൊണ്ടേയിരിക്കും, അതിനിടയ്ക്ക് അത് നിർത്തിപ്പോകരുത്. To go low on confessions is to go low on faith. നിങ്ങളുടെ പ്രഖ്യാപനങ്ങളിൽ, വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ കുറവ് വരിക എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവ് വരിക എന്നുള്ളതാണ്. See, think about this. An aircraft is cruising at 40,000 altitude. ഒരു വിമാനം 40,000 ഓൾട്ടിറ്റ്യൂഡിൽ പോവുകയാണെന്ന് ചിന്തിക്കുക. And then the engines fail. അതിനുശേഷം എഞ്ചിൻ പെട്ടെന്ന് What ഫെയിൽ will ആയി. happen? എന്ത് സംഭവിക്കും? The plane will start to come down. പ്ലെയിൻ ഇങ്ങനെ താഴോട്ട് വരും. Many of us, നമ്മളിൽ പലരും we pray, we fast, but in the same way, we don't have a habit of confessing the word. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ഉപവസിക്കും, പക്ഷേ അതേ രീതിയിൽ നമ്മൾക്ക് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളില്ല. I believed, ഞാൻ വിശ്വസിച്ചു, therefore I spoke. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. And then the Bible says, we also believe, അങ്ങനെ തന്നെ വചനം പറയുന്നു, ഞങ്ങൾ and വിശ്വസിച്ചു, therefore. അതുകൊണ്ട്. What does therefore means? അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? That's the result of it. അത് അതിന്റെ So ഫലമാണ്. hear this. So many people in church don't know what believing means. എന്താണ് വിശ്വാസം എന്നതോ വിശ്വസിക്കുക എന്നതോ പലർക്കും അറിയില്ല. Many people think believing is to mentally agree with something. പലരും ചിന്തിക്കുന്ന വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ എഗ്രി Do you ചെയ്യുന്നു. believe that by the stripes of Jesus you are healed? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമായെന്ന്? Yes, pastor. ഞാൻ വിശ്വസിക്കുന്നു. Okay. Many people don't. പലരും അത് They say വിശ്വസിക്കുന്നില്ല. they believe അവർ പറയും അവർ വിശ്വസിക്കുന്നെന്ന്. because you cannot believe with your head, you only can believe with your നിങ്ങളുടെ heart. ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഹൃദയം കൊണ്ടേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. With head it's so easy to say what I believe. Do you believe that? Yes, pastor, I do. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ യെസ് ഞാൻ വിശ്വസിക്കുന്നു. Do you want to know what you believe? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അറിയണോ? When you are not aware in that sense, what are the words that are coming out of your mouth? That is what you believe. നിങ്ങളുടെ വായിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയാതെ നിങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുക എന്ന് പറയുന്നത്. We went to a sister's house and she was sick for a long time. ഒരു സഹോദരിയുടെ വീട്ടിൽ പോയി ആ സഹോദരി I ഒരുപാട് opened കാലമായി all the രോഗിയായിരുന്നു. scriptures which talked about healing and I said, read this and read that. I said, sister, do you believe by the stripes of Jesus you are healed? ഞാൻ ഒരുപാട് വചനങ്ങൾ വായിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, സിസ്റ്റർ യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമായെന്ന് വിശ്വസിക്കുന്നു? Yes, pastor, I believe by the stripes of Jesus I am healed. അവൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായി. And then she got a call. പെട്ടെന്നൊരു കോൾ വന്നു.
in front of us. എന്റെ മുമ്പിൽ വെച്ചാണ് കോൾ വന്നത്. She said, hello. എടുത്തിട്ട് പറഞ്ഞു ഹലോ. Ayyo, it's the same. Nothing is changing. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഇതൊന്നും മാറിയിട്ടില്ല, ഇപ്പോഴും ഞാൻ രോഗിയാണ്, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. We are there in front of her. എന്റെ മുമ്പിലാണ് അവള്. And I was like, ഞാൻ പെട്ടെന്ന് നോക്കി. did you see what happened? എന്താണ് സംഭവിച്ചെന്ന് കണ്ടോ? What was there in her heart started to come out of her mouth. അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥമായിട്ടുള്ളത് അത് പുറത്തേക്ക് വരാൻ തുടങ്ങി. It's not what you can consciously say. Yes, I believe. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു You cannot പറയുന്നതല്ല. believe from here. നിങ്ങൾക്ക് ഈ തല കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. You believe from here. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. Amen. ആമേൻ. Not from head. ബുദ്ധി കൊണ്ടല്ല. Because Jesus said, a double-minded man will receive what? കാരണം യേശു Something? ഇരുമനസ്സുള്ളവൻ Few things. ഇരുമനസ്സുള്ളവൻ Nothing. ദൈവത്തിൽ A ഒന്നും സ്വീകരിക്കില്ല. double-minded man will receive nothing from God. ഇരുമനസ്സുള്ളവൻ ദൈവത്തിൽ എന്തെങ്കിലും How do you know you are double-minded? എങ്ങനെയാണ് നിങ്ങൾ ഇരുമനസ്സുള്ളവരാണ് നിങ്ങൾ അറിയുന്നത്? When you have double confessions. നിങ്ങൾക്ക് രണ്ട് കൺഫെഷൻ ഉണ്ടാവും, രണ്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. Many people nullify their miracle by speaking against പലരും അവരുടെ വിശ്വാസത്തെ അസാധുവാക്കുന്നതിനെതിരെ സംസാരിച്ചുകൊണ്ടാണ്. their miracle. അവരുടെ വിശ്വാസത്തിനെതിരെ അവർ സംസാരിക്കും, അവരുടെ അത്ഭുതത്തിനെതിരെ. One time a man of God, the Lord showed him, he was praying and a poor lady was believing for a refrigerator. ഒരു ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി അവൾ റെഫ്രിജറേറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. In the church her pastor preached about the message of faith. അവളുടെ സഭയിൽ അവളുടെ പാസ്റ്റർ വിശ്വാസത്തെ കുറിച്ചുള്ള പ്രസംഗം പ്രസംഗിച്ചു. And she was a poor old lady. അവൾ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. Jesus can give me a red refrigerator. അവൾ പറഞ്ഞു യേശുവിന് എനിക്കൊരു ചുവന്ന റെഫ്രിജറേറ്റർ തരാൻ കഴിയും. She applied everything. അവൾക്കറിയാവുന്ന എല്ലാ അവൾ അപ്ലൈ ചെയ്തു. Principles. എല്ലാ She said, പ്രിൻസിപ്പിളും Lord, I want. The prayer should be definite. അവൾ പറഞ്ഞു കർത്താവേ എനിക്ക് ഇത് Lord, വേണം. I want a red refrigerator. എനിക്കൊരു ചുവന്ന റെഫ്രിജറേറ്റർ വേണം. Samsung red refrigerator. സാംസങ്ങിന്റെ ചുവന്ന റെഫ്രിജറേറ്റർ വേണം. She believed. അവൾ അത് വിശ്വസിച്ചു. And the Lord showed this man of God that the moment she prayed, that moment in the spirit realm, he saw an angel bringing a red refrigerator to her. ദൈവ മനുഷ്യന് കർത്താവ് കാണിച്ചു കൊടുത്തു. അവൾ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ ഒരു ദൂതൻ ഒരു റെഫ്രിജറേറ്ററുമായി സ്പിരിറ്റ് റെയിൽത്തിൽ മൂവ് ചെയ്യുന്നത് കണ്ടു. Yeah, but wait, you clap too early. നിങ്ങൾ കരമടിക്കുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യുക. The moment he saw the angel came near to her, ആ ദൂതൻ അവളുടെ അടുത്ത് വരുന്ന നിമിഷത്തിൽ she said, oh, it's been so many days, I don't think God wants to give it to me. അവള് പറഞ്ഞു ഇത് ഒരുപാട് ദിവസമായി ദൈവം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. And he saw that this angel became sad and turned back. ആ ദൂതൻ വളരെ ദുഃഖത്തോടെ തിരിച്ചു പോകുന്നത് അവൾ കണ്ടു. When we walk by faith, we empower God to fulfill His will on our life. നമ്മൾ വിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ഹിതങ്ങൾ നമ്മൾ ഭൂമിയിൽ നിവർത്തിക്കാൻ തുടങ്ങും. But when we walk in unbelief, നമ്മൾ അവിശ്വാസത്തിൽ നടക്കുമ്പോൾ we limit God. നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നവരാണ്. Do you know you can limit God? നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ കഴിയുമെന്ന്? How many people think you can limit God? നിങ്ങൾ എത്ര വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ കഴിയും? How many people think you can never limit God? എത്ര പേര് ചിന്തിക്കും എനിക്ക് ദൈവത്തെ ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്ന്? Now people are like, it's a trick question. You don't have Passion Translation here? നിങ്ങൾക്ക് Passion Translation. If you can, yeah, okay. Psalm 78:41. സങ്കീർത്തനങ്ങൾ 78:41. It says again and again they limited God. അതിങ്ങനെ പറയുന്നു, വീണ്ടും വീണ്ടും അവർ ദൈവത്തെ പരിമിതപ്പെടുത്തി. And it talks about Israelites. ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. Hear this carefully. Again and again they limited God, preventing him from blessing them. വീണ്ടും വീണ്ടും അവർ ദൈവത്തെ തങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ നിന്ന് പരിമിതപ്പെടുത്തി. You know how many times they did that? അവർ എത്ര പേര് ദൈവത്തെ ലിമിറ്റ് ചെയ്തു, എത്ര തവണ ലിമിറ്റ് ചെയ്തെന്ന് അറിയാമോ? For 40 years. 40 വർഷത്തോളം അവർ ദൈവത്തെ പരിമിതപ്പെടുത്തി. 40 years God wanted to bless them, but they prevented God from blessing them. 40 വർഷത്തോളം ദൈവത്തിന് അവരെ അനുഗ്രഹിക്കണമായിരുന്നു, പക്ഷേ അവർ അതിനെ പരിമിതപ്പെടുത്തി, അവരതിനെ തടഞ്ഞു. Let me show you. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Who is preventing ആരാണ് a lot of things in your life? നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുന്നു. Show me your finger. Do this. നിങ്ങളുടെ കരം ഇങ്ങനെ കാണിക്കാമോ? Now do this. ഇങ്ങനെ നിങ്ങളുടെ നേരെ തിരിക്കുക. Yes, you have found that person. നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുപിടിച്ചിരിക്കുന്നു. Who has been preventing God to do so much more. In fact, the truth is we all are preventing God, because the Bible says in Ephesians 3:20, whatsoever you are believing God can do more than what you can ask, desire, imagine.
God has the ability to do 1,000,000,000 times more than that. നമ്മൾ പലരും ദൈവത്തെ പരിമിതപ്പെടുത്തുന്നവരാണ്. കാരണം എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവത്തിന് ചെയ്യാൻ കഴിയും. നിങ്ങൾ ചോദിക്കുന്നതിലും 10,000 മടങ്ങ് ദൈവത്തിന് ചെയ്യാൻ കഴിയും. God is able to do, ദൈവത്തിന് അത് ചെയ്യാൻ ദൈവത്തിന് എബിലിറ്റി ഉണ്ട്. but he can only do it through the power that works in you. പക്ഷെ അത് നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ മാത്രമേ ദൈവത്തിന് ചെയ്യാൻ കഴിയത്തുള്ളൂ. It's like, just think about this. This huge waterfall is flowing. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഒഴുകുന്നു. And then there are different pipes that are attached to that. അവിടെ പല പൈപ്പുകളും അതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. The water that will come to your house will be according to the size of the pipe that is connected to that waterfall. നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വെള്ളത്തിന്റെ അളവ് നിങ്ങളുടെ പൈപ്പിന്റെ അളവിനൊത്തതായിരിക്കും. It's not God's ability, അത് ദൈവത്തിന്റെ കഴിവിന് because അനുപോലെ. his ability is 1,000,000,000 times more than what we ask. ദൈവത്തിന്റെ എബിലിറ്റി എന്ന് പറയുന്നത് കോടിക്കണക്കിന് മടങ്ങ് മുകളിലാണ് നമ്മളെക്കാൾ. But the miracle that will come to you is directly proportional to your ability to receive from him. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വിശ്വാസം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അത്ഭുതത്തിന്റെ അളവ് നിങ്ങളുടെ വിശ്വാസത്തിന് അനുപാതികമായിരിക്കും. Okay, I'll teach faith, but I want to go somewhere so that you ഞാൻ understand. വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കാം, പക്ഷെ ഞാൻ ഒരു ചെറിയ ഡൈവേർഷൻ എടുക്കുന്നു. See, the problem with majority of Christianity is എന്താണ് മജോറിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റിയിലെ ആളുകളുടെ പ്രശ്നം എന്ന് we പറയുന്നത്? all are trying to convince God നമ്മളെപ്പോഴും ദൈവത്തെ കൺവിൻസ് ചെയ്യാൻ to നോക്കുകയാണ്, move on our behalf. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിനായിട്ട് So ദൈവത്തെ. all our prayers are about moving him, നമ്മളെ പ്രാർത്ഥന മുഴുവൻ ദൈവത്തെ എങ്ങനെ ചലിപ്പിക്കാം എന്നുള്ളതാണ്. right? We think we'll have to convince him to do it for us. നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തി ദൈവത്തെ നമുക്ക് വേണ്ടി ചലിപ്പിക്കണമെന്ന്. God, when will you do it for us? നമ്മൾ പറയും, ദൈവം നീ എന്ന് എനിക്ക് വേണ്ടി ഇത് ചെയ്യും. God, do this. കർത്താവേ ഇത് ചെയ്യണമേ. One time I was praying like that ഞാൻ ഒരു തവണ പ്രാർത്ഥിക്കുകയായിരുന്നു. when God began to teach me these revelations. ദൈവം എന്നെ ഈ വെളിപ്പാട് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് And the Father spoke to me ആ പിതാവിനോട് സംസാരിച്ചു. and he said, "Son, stop trying to convince me." പിതാവ് പറഞ്ഞു, എന്നെ ബോധ്യപ്പെടുത്തുന്നത് നീ നിർത്തുക. He said, "I'm not the problem. ഞാനല്ല പ്രശ്നം, It's your heart that doesn't believe what my word has already said." എന്റെ വചനം പറഞ്ഞത് വിശ്വസിക്കാത്ത നിന്റെ ഹൃദയമാണ് നിന്റെ പ്രശ്നം. Convince your heart. നിന്റെ ഹൃദയത്തെ ആദ്യം ബോധ്യപ്പെടുത്തുക. Are you getting what I'm saying? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? We are wasting time trying to convince God to do it for us, where God says, "I am not the problem. It is your heart that doesn't believe the promises that I've already given you." നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കി, ദൈവത്തെ ബോധ്യപ്പെടുത്താൻ നോക്കി സമയം കളയാണ്. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തുന്നതല്ല നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്താത്തതാണ് നിങ്ങളുടെ പ്രശ്നം. For example, Pastor Nehemiah is here Pastor and he Nehemiah gives me his Bible. അദ്ദേഹം തന്റെ ബൈബിൾ എനിക്ക് തരികയാണ്. Okay, he already gave me his Bible. അദ്ദേഹത്തിന്റെ ബൈബിൾ എനിക്ക് തന്നു. Please give me my Bible. വീണ്ടും പറയാണ്, എന്റെ ബൈബിൾ എനിക്ക് Please തരണം. give me Bible. ആ ബൈബിൾ എനിക്ക് തരണം. Can he give me something that he has already given me? നിങ്ങൾക്ക് തന്ന ഒരു കാര്യം വീണ്ടും അദ്ദേഹത്തിന് തരാൻ കഴിയുമോ? If you pray like that, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ what will you hear? നിങ്ങൾ എന്താണ് കേൾക്കാൻ പോകുന്നത്? Silence. നിശബ്ദത മാത്രമായിരിക്കും. Because how can God give you something that he has already given you? എങ്ങനെയാണ് ദൈവം ഓൾറെഡി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ ഒരു കാര്യം വീണ്ടും തരാൻ കഴിയുന്നത്? Amen. Amen. Can you put 2 Peter 1:3? 2 പത്രോസ് 1:3. I want to show you something that's amazing, and if you understand this. നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ What മനോഹരമായിരിക്കും. does it say? His divine power will give one day to us all things. അവന്റെ ദിവ്യശക്തി ഒരു ദിവസം നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടി Okay, തരും. I'm sorry. His divine power will give to us when we fast for 40 days. നിങ്ങൾ 40 ദിവസം ഉപവസിക്കുമ്പോൾ അവന്റെ ദിവ്യശക്തി നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടി തരും. Okay. His divine power will give us when we do 24 hours praise and worship non-stop. 24 മണിക്കൂർ നിർത്താതെ പ്രാർത്ഥിക്കുകയും പ്രൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവന്റെ ദിവ്യശക്തി നിങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടി തരുമെന്നാണോ? What does the Bible say? എന്താണ് വചനം പറയുന്നത്? What does has given means? എന്താണ് തന്നിരിക്കുന്നു, തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് Has പറഞ്ഞാൽ? given means has ദാനം given. ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നു കഴിഞ്ഞിരിക്കുന്നു. How can God give you something he has already given you? നിങ്ങൾക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞ ഒരു കാര്യം ദൈവത്തിന് പിന്നെ എങ്ങനെ തരാൻ കഴിയും? And what has he given us? എന്താണ് ദൈവം നമ്മൾക്ക് തന്നത്? Huh? All things. Do you believe the Bible? നിങ്ങൾ വചനം വിശ്വസിക്കുന്നു? What does all things mean? എന്താണ് എല്ലാ സകലതും എന്ന് പറഞ്ഞാൽ എന്താണ്? No, but there is a mystery here. അവിടെ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. See, all here, സകലതും എന്ന് you should പറയുന്നത് understand what it means in Greek and Hebrew. നിങ്ങൾ അതിന്റെ ഗ്രീക്കിലും ഹീബ്രുവിലുള്ള അർത്ഥം മനസ്സിലാക്കണം. So all in Hebrew and all in Greek, നിങ്ങൾക്ക് വേണ്ടിയതൊക്കെയും എന്നത് ഹീബ്രുവിലും അത് ഗ്രീക്കിലും it means all. അത് സകലതും അല്ലെങ്കിൽ വേണ്ടിയതൊക്കെയും എന്ന് തന്നെയാണ്.
So if God has already given us all things, ദൈവം നിങ്ങൾക്ക് വേണ്ടിയതൊക്കെയും നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെങ്കിൽ then we shouldn't focus more on asking Him, but we should focus and learn how to receive from Him. നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് വീണ്ടും കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അതിനെ സ്വീകരിക്കുക എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. And what all things He has given us? എന്താണ് ദൈവം തന്നിരിക്കുന്ന സകലതും നമുക്ക് വേണ്ടിയതൊക്കെയും? All things that pertain to your life and godliness. നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. Amen. Amen. See, if you stand beside a huge tree നിങ്ങൾ ഒരു വലിയ മരത്തിന്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ and then you see a seed, നിങ്ങൾ അതിന്റെ ഒരു വിത്ത് കാണുകയാണ്. where was this full tree? എവിടെയായിരുന്നു ഈ മുഴുവൻ മരവും, ഈ വലിയ മരം നിന്നത്? Can a natural mind believe that this entire huge tree was wrapped up inside a tiny seed? ഈ വലിയ ഭീമാകാരമായ മരം ഈ ഒരു ചെറിയ വിത്തിലാണ് കിടന്നതെന്ന് നിങ്ങളുടെ മനസ്സിന് വിശ്വസിക്കാൻ കഴിയുമോ? This is God. അതാണ് ദൈവം. He can wrap a huge tree inside a tiny seed. ഒരു വലിയ മരത്തെ ഒരു ചെറിയ വിത്തിൽ ദൈവത്തിന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയും. All that you will ever need in your life is already wrapped up in the seed of the word of God. വചനമാകുന്ന വിത്തിൽ കർത്താവ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. Amen. Amen. Everything that you would need, God has already given it to you in the spiritual realm. നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് ആത്മലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. Let me say it this way. ഞാൻ ഇതിങ്ങനെ പറയട്ടെ. You are preaching the gospel to someone. നിങ്ങൾ ഒരു വ്യക്തിയോട് സുവിശേഷം This പറയുക. person is saying, ആ വ്യക്തി ഇങ്ങനെ പറയുന്നു, you know what, brother? ബ്രദർ നിങ്ങൾക്കറിയാമോ, I'm going to fast and pray. ഞാൻ പ്രാർത്ഥിച്ച് ഉപവസിക്കാൻ പോവുകയാണ്. And God will send His son again for me. ദൈവം വീണ്ടും ദൈവത്തിന്റെ പുത്രനെ എനിക്ക് വേണ്ടി അയക്കും. What will you say? നിങ്ങൾ എന്ത് പറയും? And he's fasting, he's praying, God, send your son, God. അദ്ദേഹം പറയാണ്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിന്റെ പുത്രനെ വീണ്ടും എനിക്ക് അയക്കണമേ. He will fast and die, but his prayers won't get answered. അവൻ ഉപവസിച്ച് മരിക്കത്തേ ഉള്ളൂ, അവന്റെ ഉത്തരം കിട്ടത്തില്ല. Why? എന്തുകൊണ്ടാണ്? Because he's fasting without knowledge. കാരണം അവൻ അറിവില്ലായ്മ കൊണ്ടാണ് ഉപവസിക്കുന്നത്. Hosea 4:6 says, God says, my people perish because of the lack of my knowledge. അറിവില്ലായ്മ കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു, പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. Just because some Christian is fasting doesn't mean God will answer that. നിങ്ങൾ വിശ്വസിക്കുന്നു, ഉപവസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം അതിന് മറുപടി പറയണമെന്നില്ല. Fasting without knowledge is religion. പരിജ്ഞാനമില്ലാത്ത ഉപവാസം അത് മതമാണ്. Are you getting what I'm saying? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? So you go to this person, do you need to fast to be saved? നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് When you ഉപവസിക്കണമെന്നുണ്ടോ? preach the gospel, do you tell a person, no, you need to fast for a week and then you receive ഒരു Jesus? വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ പോയി പറയുമോ 40 ദിവസം ഉപവസിക്കണം, അത് കഴിയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന്? Hear this. God giving is one thing and man receiving is another thing. ദൈവം തരുക എന്നുള്ളത് ഒരു കാര്യമാണ്, നമ്മൾ അതിനെ റിസീവ് ചെയ്യുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. Because people have this question, if God has given it to us, then why don't we have it? നമ്മൾ എപ്പോഴും പറയും, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതില്ല? Because you have not received it. കാരണം നിങ്ങൾ അതിനെ സ്വീകരിച്ചിട്ടില്ല. John 3:16. Amen. For God so loved the world that He gave His only begotten Son. ദൈവം തന്റെ പുത്രനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. Why are you saved and why are people outside not saved? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് പുറത്തുള്ളവർ രക്ഷിക്കപ്പെടാത്തത്? Hear this, one thing. For God so loved the world that God gave His Son. തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ ദൈവം നമ്മെ സ്നേഹിച്ചു. John 1:12. യോഹന്നാൻ 1:12. As many as received Him, to them He gave the right to become the children of God. അവനെ കൈക്കൊണ്ടവരെ ഒക്കെയും അവനെ ദൈവമക്കളാകുവാൻ അവർക്ക് ദൈവം അധികാരം കൊടുത്തു. So God giving is one thing, ദൈവം തരുക എന്നുള്ളത് ഒരു കാര്യമാണ്, and man receiving is another thing. നിങ്ങൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കാര്യമാണ്. Just because God has given you all things that pertain to life and godliness doesn't mean that you have received it. നിങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവം തന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അതിനെ സ്വീകരിച്ചു എന്ന അർത്ഥമില്ല. Are you getting what I'm saying? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? But what are we doing? എന്താണ് നമ്മൾ All ചെയ്യുന്നത്? our prayers, all our fasting is directed on trying to convince God to do it for us. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും എല്ലാം ദൈവത്തെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. In book of Joshua chapter 18 verses 2, യോശുവയുടെ പുസ്തകം 18 വാക്യത്തിൽ ഇങ്ങനെ there were പറയുന്നു, 7 tribes that had not received their inheritance. അവിടെ 7 ഗോത്രങ്ങൾ അവരുടെ അവകാശം അവർക്ക് കിട്ടാതിരുന്നു. So Joshua calls them. യോശുവ അവരെ വിളിക്കുകയാണ്. God had already given them the inheritance. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ആ അവകാശം നൽകിയിരിക്കുന്നു. These 7 tribes represent so many Christians today. ഈ 7 ഗോത്രങ്ങൾ ഇന്നത്തെ പല വിശ്വാസികളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. They are trying to receive their healing by fasting. Oh God, would you heal me? അവർ ഉപവാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. But there remained among the children of Israel 7 tribes which had not yet what? Received. Say received.
7 ഗോത്രങ്ങൾ അവരുടെ അവകാശം കിട്ടാത്തവരായിട്ടുണ്ടായിരുന്നു. They had not received the inheritance. അവരവരുടെ അവകാശത്തെ സ്വീകരിച്ചില്ല. Verse 3. മൂന്നാം വാക്യം. Let's see what Joshua says. യോശുവ അവരോട് പറഞ്ഞു, If we were in the place of Joshua, we would have said, come on, we'll go on a fast and we'll tell God. യോശുവ പറഞ്ഞില്ല, നമുക്ക് ഒരുമിച്ച് ഫാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് Oh brother, you didn't receive your healing. നീ നിന്റെ Come വിശ്വാസം, on, we'll knock on the heaven's door. നീ നിന്റെ രോഗം സൗഖ്യമായി, We think God will get nervous when we'll pray more. സ്വർഗ്ഗത്തിന്റെ വാതിൽ നമുക്ക് തുറക്കാം. Joshua said to the children of Israel. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. Joshua actually rebukes these 7 tribes. അവരെ വിളിച്ചിട്ട് 7 ഗോത്രത്തെ വിളിച്ചിട്ട് അവരെ വഴക്ക് പറഞ്ഞു. How long will you neglect? Say neglect. നിങ്ങൾ എത്ര കാലം ഇതിനെ തിരസ്കരിക്കും? To go and possess. Say possess. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ. പറഞ്ഞു കൈവശമാക്കുവാൻ. What was verse 2? The 7 tribes had not received. 7 ഗോത്രം അതിനെ അവകാശമാക്കിയില്ല. Verse 3 says, go and മൂന്നാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ possess. പോവുക, അതിനെ That കൈവശമാക്കുക. means the way you receive is you go and possess what belongs to you in Christ Jesus. അതിന്റെ അർത്ഥം നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്, നിങ്ങൾ പോയി അതിനെ കൈവശമാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ അർത്ഥത്തിൽ. Receive. Another way you receive is by possessing what belongs to you. It will not fall on your lap. നിങ്ങൾക്ക് വേണ്ടതിനെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്, നിങ്ങൾ അതിനെ കൈവശമാക്കുക എന്നുള്ളതാണ്. You അതൊരിക്കലും നിങ്ങളുടെ മടിയിലേക്ക് വീഴത്തില്ല. നിങ്ങൾ You അതിനെ take ഏറ്റെടുക്കുക. what is yours. നിങ്ങൾ അതിനെ കൈവശമാക്കുക. Amen. How long you will neglect to go and possess the land? Hear this, which the Lord God of your fathers will give you. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്ഥലം എത്രത്തോളം നിങ്ങൾ കൈവശമാക്കാതിരിക്കും? Has given you. നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞത്, തന്നിരിക്കുന്നതെന്നാണ് God പറഞ്ഞത്. had already given them the land. ദൈവം അപ്പോൾ തന്നെ അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. But still God tells them, പക്ഷെ ദൈവം വീണ്ടും അവരോട് പറയുകയാണ്, you need to go and possess what I have given it to you. നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾ പോയി കൈവശമാക്കണം. In the same way, അതേ രീതിയിൽ തന്നെ the Bible says, by his stripes you were healed. You don't need to beg God to heal you because God healed you 2000 years ago. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. ഇനി നിങ്ങൾ ആ സൗഖ്യത്തിന് വേണ്ടി യാചിക്കേണ്ട. 2000 വർഷം മുമ്പ് ആ സൗഖ്യം നിങ്ങൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. Because the price has been paid. അതിനുള്ള വില കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. Jesus took stripes for every sickness and disease. സകല രോഗത്തിനു വേണ്ടിയുള്ള അടിപ്പിണരുകൾ കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. And if you are saying, God, why aren't you healing me? നിങ്ങൾ ഇപ്പോഴും ചോദിക്കണം, ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ സൗഖ്യമാക്കുന്നില്ല? He will tell you, how long will you be neglect and you will not go and possess what belongs to you. ദൈവം പറയും, എത്രമാത്രം നിങ്ങൾ ആ സത്യത്തെ തിരസ്കരിച്ചുകൊണ്ട് നിങ്ങൾ പോയി നിങ്ങളുടെ രോഗസൗഖ്യം കൈവശമാക്കാതിരിക്കും. Possess your healing. നിങ്ങളുടെ Possess your രോഗസൗഖ്യത്തെ കൈവശമാക്കുക, നിങ്ങളുടെ അത്ഭുതത്തെ കൈവശമാക്കുക. That's what receiving means. അതാണ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. God has already given you all things. ദൈവം നിങ്ങൾക്ക് വേണ്ട സകലതും നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. Do you know there are 7,000 promises that God has given to us in the word? 7000-ഓളം വാഗ്ദത്തങ്ങൾ ദൈവം തന്റെ വചനത്തിൽ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? How many? 7,000. Yes. All right. Let me say it this way. ഞാൻ ഇങ്ങനെ പറയട്ടെ. For example, ഒരു ഉദാഹരണത്തിന്, I am in a crisis. ഞാൻ ഒരു വലിയ പ്രശ്നത്തിലാണ്. Okay, I need a lot of money. എനിക്ക് ഒത്തിരി പണം വേണം. Right? I need 100,000 riyals. എനിക്ക് ഒരു 100,000 1,00,000 റിയാൽസ് വേണം. I have a rich friend. എനിക്കൊരു വളരെ പൈസയുള്ള ഒരു വ്യക്തിയുണ്ട്, എന്റെ ഫ്രണ്ടാണ്. And I'm not sure whether he will give it to me or not. അദ്ദേഹം വളരെ സമ്പന്നനാണ്, പക്ഷെ എനിക്ക് അറിയത്തില്ല അദ്ദേഹം എനിക്ക് So I തരുമോ. call him. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. Now, and I'm trying to convince him. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. You don't know, it's my situation. നിനക്കറിയത്തില്ല എന്റെ അവസ്ഥ എന്താണ്, എന്റെ സാഹചര്യം എന്താണെന്ന്. Maybe he'll say yes. അദ്ദേഹം ചിലപ്പോൾ അതിന് യെസ് പറയുമായിരിക്കും. Maybe he'll say no. അദ്ദേഹം ചിലപ്പോൾ അത് നോ പറയുമായിരിക്കും. I don't know. എനിക്കറിയില്ല. That's one scenario. അതൊരു The other scenario is, അതിന്റെ വേറൊരു തലം എന്താണെന്ന് my വെച്ചാൽ, friend calls me എന്റെ ഫ്രണ്ട് എന്നെ വിളിക്കുകയാണ്. and he says, hey, the Lord put in my heart, എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, I want to send you 100,000 riyals. എനിക്കൊരു 1,00,000 റിയാൽ നിനക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. Now, do you think I need to call him like that? He said, come to my office on Monday and take it. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നു. അദ്ദേഹം പറയും, നിങ്ങൾ എന്റെ ഓഫീസിൽ വരിക, അത് കളക്ട് ചെയ്യുക. വീണ്ടും നിങ്ങൾ തിങ്കളാഴ്ച വിളിച്ചിട്ട്, എനിക്ക് 1,00,000 റിയാൽ, Give me 100,000 riyals. എനിക്ക് വീണ്ടും 1,00,000 രൂപ Do I need to beg? ചോദിക്കുമോ? No, because who promised? കാരണം നിങ്ങൾ അങ്ങനെ ചോദിക്കാത്തതിന്റെ കാരണം എന്താ? He promised. ആ വ്യക്തിയാണ് അത് What do I promise need to do? ചെയ്തിരിക്കുന്നത്.
നിങ്ങൾക്ക് I എന്താണ് need to ചെയ്യേണ്ടത്? take നിങ്ങൾക്കത് what has പോയി been എടുക്കണം. promised to me. നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. God has given us 7,000 promises. 7000 വാഗ്ദത്തങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. Why are we trying to convince him? നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ദൈവത്തെ Because ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്? God cannot say no to a promise He has already said yes to. ദൈവം യെസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തത്തിനും ഇനി ദൈവത്തിന് നോ പറയുവാൻ കഴിയത്തില്ല. Amen. Amen. That's what Bible says. അതാണ് ദൈവത്തിന്റെ Abraham is വചനം called പറയുന്നത്. the father of faith because he staggered not at the promise of God. അബ്രഹാം വാഗ്ദത്തത്തിൽ ക്ഷീണിക്കാതെ അവൻ ദൈവത്തിന്റെ വിശ്വാസികളുടെ പിതാവായി തീർന്നു. Amen. I was telling you yesterday, we were in debts. ഞാൻ ഇന്നലെ പറയായിരുന്നു, ഞങ്ങൾ കടത്തിലായിരുന്നു. Bank people calling us. ബാങ്കിലുള്ള ആളുകൾ എപ്പോഴും ഞങ്ങളെ There was വിളിച്ചു. time me and my wife, we collected and there were few coins in our home. ഞാനും എന്റെ വൈഫ് ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടിലുള്ള പണം മുഴുവൻ കളക്ട് ചെയ്തപ്പോൾ അത് 3-4 ചില്ലറയായിരുന്നു. We got a bun. ഞങ്ങൾ അതുകൊണ്ടൊരു ബണ്ണ് മേടിച്ചു. But then I found a promise in the Bible. പിന്നീട് ഞാൻ ദൈവത്തിന്റെ വചനത്തിലുള്ള ഒരു വാഗ്ദത്തം കണ്ടു. Ephesians 1:3. എഫേസ്യർ 1:3. We are blessed with every spiritual blessing in the heavenly സ്വർഗ്ഗത്തിലെ places. in സകല Christ Jesus. ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Now what did I do? Did I go to God and say, "Oh God, will you bless me, God?" ഞാൻ എന്താ ചെയ്തത്? ഞാൻ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് ദൈവമേ നീ എങ്ങനെയെങ്കിലും എന്നെ ഇനി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞില്ല. If you're praying like that, നിങ്ങൾ അങ്ങനെ what പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ will God say? എന്താണ് ദൈവം നിങ്ങളോട് പറയുന്നത്? How can God bless you more when He has already blessed you with every spiritual blessing? ദൈവത്തിന് എങ്ങനെ നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കാൻ പറ്റും? ദൈവം ഓൾറെഡി നിങ്ങളെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു. Amen. Amen. So I didn't beg. I didn't try to convince God. I went to God. I took God at His word. ഞാൻ അതുകൊണ്ട് യാചിച്ചില്ല, ഞാൻ ദൈവത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല, ഞാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് പോയി ആ വചനത്തെ ഞാൻ എടുത്തു. Even though it's a promise to me, അതൊരു എനിക്ക് വേണ്ടിയുള്ള ഒരു വാഗ്ദത്തമാണെങ്കിലും I still have to possess it. എനിക്ക് അതിനെ കൈവശമാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. And that's where many people that's what many Christians don't understand. അതാണ് പല ക്രിസ്ത്യാനികൾക്കും മനസ്സിലാകാത്ത കാര്യം. They don't understand how to possess what belongs to them. They keep begging and pleading God all their life and die without seeing that promise. അവർക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കൈവശമാക്കുവാൻ അവർക്ക് അറിയത്തില്ല, പക്ഷെ അവർ കരഞ്ഞും യാചിച്ചും കൊണ്ട് മരിച്ചുകൊണ്ടേയിരിക്കുന്നു. So I took that scripture ഞാൻ ആ വചനത്തെ എടുത്തു. and I said it again and again and again until my heart started to believe it. ഞാൻ അതിനെ വീണ്ടും 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 പറയാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിൽ ആ വിശ്വാസം ഉരുവാകുന്നത് വരെ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരുന്നു. Amen. Because I was telling you, believing is not with a split decision. I believe. വിശ്വാസം എന്നത് ഒരു മൊമെന്റ് സംഭവിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയല്ല സംഭവിക്കുന്നത്. Believing happens at the deep core of who you are. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിങ്ങൾ ആരാണെന്നുള്ള ആ അവസ്ഥയിലാണ് വിശ്വാസം സംഭവിക്കുന്നത്. Let me give you this example. ഞാനിത് For example, ഉദാഹരണം പറയട്ടെ. So there are flat roofs here so that you'll understand. Let's take an example. It rained for a few hours in Oman. ഈ ഒമാനിൽ കുറച്ച് മണിക്കൂറുകൾ മഴ പെയ്യുകയാണ് നിങ്ങൾ വിചാരിക്കും. And there is water on your roof. ഈ റൂഫിലെല്ലാം വെള്ളമുണ്ട്. Water stays for 1 hour. ആ വെള്ളം ഒരു മണിക്കൂറത്തേക്ക് അവിടെ കാണും. problem. ഒരു കുഴപ്പമില്ല. For a week. ഒരാഴ്ചത്തേക്ക് No കാണും. കുഴപ്പമില്ല. For 10 days. 10 ദിവസത്തേക്ക് കാണും. 15 days. 15 ദിവസത്തേക്ക് കാണും. Now you will see the waters will start to enter. And you will start to see the walls becoming moist. പിന്നീട് നമുക്ക് കാണാൻ പറ്റും ആ വെള്ളം പയ്യെ പയ്യെ ഈർപ്പമായിട്ട് നിങ്ങളുടെ മുറിയിലേക്ക് കടന്നു വരാൻ തുടങ്ങും. The way the word of God enters our heart is when you abide the word. When it stays in your mind for a longer duration, it starts to trickle down in your heart. വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കേണ്ടതിന് അതുപോലെ തന്നെ അത് നിങ്ങളുടെ ബുദ്ധിയിൽ ഒരുപാട് സമയം നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. That's what meditation means. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. That's what meditation. So let me tell you, the way to your heart is your mouth. നിങ്ങളുടെ ഹൃദയത്തിലോട്ടുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ വായാണ്. Okay? The way to your heart, can you put Romans 8:6? നിങ്ങളുടെ ഹൃദയത്തിലോട്ടുള്ള വഴി റോമൻസ് 8:6. Sorry. 10:8. Okay. റോമൻസ് 10:8. Yeah. So the Bible says, what does the righteousness of faith say? വചനം ഇങ്ങനെ പറയുന്നു. ദൈവത്തിന്റെ നീതി എന്ത് പറയുന്നു? Say this after me. The word is near me. വചനം എനിക്ക് സമീപമായി. When it is in your mouth, see, hear this. It is in your mouth first before it goes into your heart. നിങ്ങളുടെ വായിൽ അത് ആദ്യം ഇരിക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ പോകുന്നതിന് മുന്നമേ. In your mouth നിങ്ങളുടെ ഹൃദയത്തിൽ
and in your heart. നിങ്ങളുടെ വായിലും പിന്നീട് നിങ്ങളുടെ ഹൃദയത്തിൽ. Because I took Ephesians 1:3 and spoke it and spoke it and spoke it. It went to my heart. When it went to my heart, I had an encounter with the Father. And now I know, as long as I live, I will never see lack. എഫേസ്യർ 1:3 എടുത്തിട്ട് ഞാൻ സംസാരിച്ചു, വീണ്ടും സംസാരിച്ചു. എന്റെ ഹൃദയത്തിലേക്ക് അത് വീണ് എന്റെ പിതാവുമായിട്ടുള്ള ഒരു സന്ദർശനം എനിക്കുണ്ടായി. ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്നത് വരെ അത് പ്രവർത്തിച്ചു. I'm living a blessed life. ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നു. I didn't have to go and search for a connection with a politician. എനിക്ക് ഒരു പൊളിറ്റീഷ്യന്റെ അടുത്ത് പോയി ഒരു കണക്ഷൻ മേടിക്കേണ്ട ആവശ്യം വന്നില്ല. I didn't have to go and please any man. ഒരു വ്യക്തിയെയും പോയി പ്രസാദിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. What did I do? ഞാൻ എന്താണ് ചെയ്തത്? I went to the Word of God. ഞാൻ ദൈവവചനത്തിലേക്ക് പോയി. And the Word brought lasting deliverance in my life. എന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന വിടുതലിനെ ആ വചനം കൊണ്ടുവന്നു. One word of God, one promise ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം, ഒരു വചനം has delivered my generations from poverty. എന്റെ തലമുറകളെ ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. Not just me, but my generations will never see poverty because I chose to stand on a word of God and I kept speaking the word. I kept speaking the word. ഞാൻ അതിനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. Amen. Amen. Abraham got one promise. അബ്രഹാമിന് ഒരു വാഗ്ദത്തം ലഭിച്ചു. One promise. He stood on that promise and he staggered not at the promise of God. അബ്രഹാം ആ വചനത്തിൽ വിശ്വസിച്ചു, അതിൽ അവിശ്വാസത്തിൽ ക്ഷീണിക്കാതിരുന്നു. One promise is all that you need. ഒരു വാഗ്ദത്തം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത്. Amen. Amen. Proverbs 4 സദൃശവാക്യങ്ങൾ 4 put 22. 22. The Bible says, my words are medicine to those who find them. എന്റെ വചനം അതിനെ കിട്ടുന്നവർക്ക് അതൊരു മരുന്ന് പോലെയാണ്. My words are life. എന്റെ വചനം ജീവനാണ്. To those who find them. That അതിനെ means കണ്ടെത്തുന്നവർക്ക് അത് ജീവനാണ്. there is a finding to do. അതിന്റെ അർത്ഥം Come on, tell your neighbor, say there is a finding to do. അതിനെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടെന്ന് അടുത്തിരിക്കുന്ന ആളോട് There is a പറഞ്ഞു. finding to do. ആ വചനത്തെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. Amen. Amen. That means whatever your situation is. അതിന്റെ അർത്ഥം നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുവായാലും, Oh God, when will you do it for me, God? നിങ്ങൾക്കറിയാം കർത്താവേ, എന്ന് നീ എനിക്ക് വേണ്ടി ചെയ്യും, എന്ന് നീ എനിക്ക് വേണ്ടി ചെയ്യും. No, stop crying. കരച്ചിൽ You നിർത്തുക. don't have to beg God. നിങ്ങൾക്ക് ദൈവത്തോട് യാചിക്കേണ്ട ആവശ്യമില്ല. He has, before you were born, He had already put a promise for you and your family. ജനിക്കുന്നതിന് മുന്നമേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങൾ ദൈവം തന്നു കഴിഞ്ഞു. There are 7,000 promises. 7,000 വാഗ്ദത്തങ്ങളുണ്ട്. Are you sick? There is a promise. നിങ്ങൾ രോഗിയാണോ? Are you poor? There is a promise. Are you depressed? There is a promise. നിങ്ങൾ ഡിപ്രഷനിലാണോ? നിങ്ങൾക്ക് വചനമുണ്ട്. Whatever your need is, നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, before there was a need, God had put provision for you. ആവശ്യം വരുന്നതിന് മുന്നമേ അതിനുള്ള പ്രൊവിഷൻ നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. Amen. See, when God made Adam and put him in the garden, ദൈവം ആദമിനെ സൃഷ്ടിച്ച് ആ ഗാർഡനിലാക്കിയപ്പോൾ, God didn't do that. God created Adam and Adam is like, God, I am hungry. God, I need to create some trees. ദൈവം ആദമിനെ സൃഷ്ടിച്ചിട്ട് അവിടെ വെച്ചിട്ട് ദൈവം ആദമിന് വിശന്നപ്പോൾ ആദം ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ട്രീ വേണം അതിനകത്ത്. How many people here have kids? Show me your hand. എത്ര പേർക്ക് Okay. കുഞ്ഞുങ്ങളുണ്ട്? All right. Before your kids were born, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുന്നേ you did all the preparations. നിങ്ങൾ അതിനു വേണ്ട സകല പ്രിപ്പറേഷനും ചെയ്തു. You bought clothes for them. നിങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ക്ലോത്തുകൾ You already prepared നിങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്തു. that whatever they will need, അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, there was a provision even before they were born into this അതിനുള്ള world. കരുതൽ എല്ലാം അവർ ജനിക്കുന്നതിന് മുന്നമേ നിങ്ങൾ ഉണ്ടാക്കി. Before you were born, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ God has kept every provision for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും കരുതിയിരിക്കുന്നു. There are 7,000 promises in the word of God for you. 7,000 വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. Amen. Do you know that through these promises, നിങ്ങൾക്കറിയാമോ, ഈ പ്രോമിസുകളിലൂടെ you can become partakers of divine nature. നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായി തീരുവാൻ കഴിയും. What is a partaker of divine nature mean? എന്താണ് ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളാകുക എന്നുള്ളത്? Think about this. നിങ്ങൾ ഇതിനെ ചിന്തിക്കുക. Who is divine? എത്ര പേര് ദിവ്യമായിട്ടുള്ളവർ? Who is divine? ആരാണ് ദിവ്യമായിട്ടുള്ളത്? God. ദൈവം. God has given you promises ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളെ തന്നിരിക്കുന്നു, so that you can escape the corruption that is in this world. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. Can you put 2 Peter 1:4? 2 പീറ്റർ 1:4. See what God has done. By His power, അവന്റെ ശക്തിയാൽ God has given to us exceedingly great and precious promises. ദൈവം നിങ്ങൾക്ക് വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്തങ്ങളെ തന്നിരിക്കുന്നു.
What? Not just promises. വെറും വാഗ്ദത്തങ്ങളല്ല. Come on, I want you to think about this. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ When ആഗ്രഹിക്കുന്നു. God calls something exceedingly great and precious, how precious those things are. ദൈവം ചിലതിനെ വിലയേറിയതും അതിമഹത്തായതുമായതെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വിലയേറിയതായിരിക്കും. Say exceedingly great. വിലയേറിയതും അതിമഹത്തായതും. See, that's what I was telling you yesterday. If a അതാണ് ഞാൻ prophet ഇന്നലെ പറഞ്ഞത്. comes ഒരു പ്രവാചകൻ and a വന്നിട്ട് prophet calls somebody, ഒരാളെ വിളിച്ചിട്ട് പറയാണ്, God says, ദൈവം പറയുന്നു, I'm going to bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഞങ്ങൾ പറയാം ആമേൻ ആമേൻ. But there are thousands of promises that tell you you are blessed. ആയിരക്കണക്കിന് വചനം And we പറയുന്നു, don't നിങ്ങൾ believe the word of God. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആ വചനത്തിൽ വിശ്വസിക്കുമോ? Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. You know what is our biggest problem? എന്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാമോ? We don't believe the written word. നമ്മൾ ഈ എഴുതപ്പെട്ട വചനത്തിൽ വിശ്വസിക്കുന്നില്ല. Because we think it's too simple. നമ്മൾ വിശ്വസിക്കുന്നത് അത് വളരെ നിസ്സാരമാണെന്ന് ചിന്തിക്കുന്നു. We need to spice it up a little bit. നമുക്ക് ഇതിനെ കുറച്ചുകൂടി എരിവും പുളിയും ചേർക്കണം. No. You don't need to spice it up. അങ്ങനെ എരിവും പുളിയും ചേർക്കേണ്ട It is ആവശ്യമില്ല. through this word God created heavens and the earth. ദൈവം വചനത്തെ കൊണ്ട് തന്നെ ഈ ഭൂമിയെയും ആകാശത്തെയും So സൃഷ്ടിച്ചു. what has God done? God എന്താണ് has ദൈവം given ചെയ്തത്? you two. 62 വയസ്സുള്ള ഒരു ലേഡി ഞങ്ങളുടെ ചർച്ചിൽ വന്നു. All her life she showed us this huge bag filled with pills. ഒരു മുഴുവൻ വലിയൊരു ബാഗ് നിറയെ ഗുളിക അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ കഴിച്ചിരുന്നത്. She had arthritis, അവൾക്ക് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു, Alzheimer's, heart disease, ഉണ്ടായിരുന്നു, allergic to so many അലർജികൾ foods, ഉണ്ടായിരുന്നു, ഒരുപാട് all the time pain in muscles, മസിൽ പെയിനുകൾ ഉണ്ടായിരുന്നു, headaches. തലവേദന. All her life she was sick. മുഴുവൻ അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ രോഗിയായിരുന്നു. Came to the church, ചർച്ചിൽ വന്നു, started hearing the word, ദൈവത്തിന്റെ വചനം കേൾക്കാൻ തുടങ്ങി, heard the word, വചനം കേട്ടു, filled her heart with the word. അവളുടെ ഹൃദയം For വചനത്താൽ നിറഞ്ഞു. hours in her room she started to declare the word of God. മണിക്കൂറുകൾ ദൈവത്തിന്റെ വചനം അവളുടെ റൂമിൽ അവൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. See, I told you yesterday why majority of Christians miss it. We want something spectacular. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മുഴുവൻ ഇത് മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മനോഹരമായ കാര്യങ്ങൾ കാണേണ്ട ആവശ്യമുണ്ട്. Today ഇന്ന് she's 74. 74 വയസ്സുണ്ട് ആ സ്ത്രീക്ക്. For the last 10 years കഴിഞ്ഞ 10 വർഷത്തോളം she has not taken one pill. ഒരു ഗുളിക പോലും അവൾ കഴിച്ചിട്ടില്ല. Doesn't get sick anymore. ഒരിക്കലും അവൾ രോഗിയായിട്ടില്ല. By these exceeding and great precious promises you can become partakers of the divine nature. ഈ വിലയേറിയതും അതിമഹത്തമായ വാഗ്ദത്തങ്ങളാൽ നിങ്ങൾക്ക് ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുവാൻ കഴിയും. Amen. Amen. See, that's what you have to understand. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. God wants to take the church from miracles to blessings. സഭയെ അത്ഭുതങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ആവശ്യം Miracles are ദൈവത്തിനുണ്ട്. awesome അത്ഭുതങ്ങൾ നല്ലതാണ് when you're in a crisis. നിങ്ങളൊരു പ്രശ്നത്തിലായിരിക്കും. But we are not called to live from miracle to miracle. അത്ഭുതത്തിൽ നിന്ന് അത്ഭുതത്തിലേക്ക് നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. Pastor, I had no money to pay the rent. എനിക്ക് റെന്റ് കൊടുക്കാൻ ഒരു പൈസ പോലും ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചു, And somebody gave me 1,000 riyals. ഒരാൾ എനിക്ക് 1000 റിയാൽ തന്നു. Praise God. നല്ല കാര്യം. How long you're in Christ? എത്ര കാലം നിങ്ങൾ ഇങ്ങനെ 20 years, Pastor. 20 വർഷമായിട്ട് ഇത് ബുദ്ധിമുട്ടുണ്ട്. Like something is wrong. നിങ്ങൾക്ക് എന്തോ ഒരു By പ്രശ്നം. this time, ഈ സമയം കൊണ്ട് you should be paying rent of someone else. നിങ്ങൾ വേറൊരാളുടെ വാടക കൊടുക്കേണ്ട സമയമാണ്. Are you getting what I'm saying? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? Miracles were created for crisis. അത്ഭുതങ്ങൾ അത് പ്രശ്നങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. Miracles are the temporary fix of a problem. അത് ഒരു പ്രശ്നത്തിന് പെട്ടെന്നുള്ള ഫിക്സ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. God's heart is not miracles for you. ദൈവത്തിന്റെ ഹൃദയം നിങ്ങളുടെ അത്ഭുതങ്ങൾ മാത്രമല്ല. Okay, I get sick. നിങ്ങൾ രോഗിയായി, When a healing evangelist comes, I go, I say, lay your hands, he prays, I get healed, then I go again, then I go again. This is not God's heart. ഒരു രോഗശാന്തിയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പോകുന്നു, സൗഖ്യമാവുന്നു, വീണ്ടും നിങ്ങൾ രോഗിയാവുന്നു, വീണ്ടും വരുന്നു. അത് ദൈവത്തിന്റെ ഹിതമല്ല. You get sick, നിങ്ങൾ രോഗിയാവുന്നു, you get healed, നിങ്ങൾ but സൗഖ്യമാവുന്നു. then you become to learn to partake of God's promise and you stop falling sick. പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പങ്കാളികളാകുക, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം ഏറ്റെടുക്കുക, നിങ്ങൾ രോഗിയാകാതെ ഇരിക്കുക. God is taking his church from healing to divine health. ആ സൗഖ്യത്തിൽ നിന്ന് ദിവ്യ ആരോഗ്യത്തിലേക്ക് ദൈവം തന്റെ സഭയെ നയിക്കുന്നു. Amen. ആമേൻ. Healing is awesome, സൗഖ്യം നല്ലതാണ്, but it's a miracle. അതൊരു അത്ഭുതമാണ്. But divine health is when you stop falling sick. ദിവ്യ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ രോഗിയാകാതെ ഇരിക്കുക എന്നുള്ളതാണ്.
You'll say, but pastor, we are men, pastor. This is supposed to happen, pastor, but we'll become നമ്മൾ the പറയും, partakers of divine nature. പാസ്റ്ററെ ഞങ്ങൾ മനുഷ്യരല്ലേ, നമുക്ക് രോഗം വരത്തില്ലേ? നോ, നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളാണ്. Through these exceedingly great and precious ഈ promises, വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്തങ്ങളാൽ we can become partakers of divine nature. നിങ്ങൾക്ക് ദൈവീയ സ്വഭാവത്തിന്റെ പങ്കാളികളാകുവാൻ കഴിയും. I'm telling you, like Pastor Nehemiah and Pastor Stanley, they are here as a witness. In COVID, പാസ്റ്റർ നെഹമയും പാസ്റ്റർ സ്റ്റാൻലിയും ഉണ്ട്, അവർ അതിന് സാക്ഷികളാണ്. കോവിഡ് സമയത്ത് we had 0 deaths in our church. ഞങ്ങൾക്ക് 0, ഒരു വ്യക്തി പോലും In മരിച്ചില്ല. the last 11 years, കഴിഞ്ഞ 11 വർഷം we just had 2 burials, and even those 2 were not the members of our church. 2 പേരെയാണ് ഞങ്ങൾ അടക്കിയത്. ആ 2 പേരും ഞങ്ങളുടെ സഭയിലുള്ള ആളുകളെ അല്ലായിരുന്നു.